ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് അധികൃതരെ നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും നേരത്തെ പരാതി നൽകിയ അധ്യാപകരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായതോടെയാണ് നീക്കം. കൂടുതൽ ട്യൂഷൻ സെന്ററുകളും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണ പരിധിയിലുണ്ട് എന്നും അറിയുന്നു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ്? ഇപ്പോൾ ML സൊല്യൂഷൻസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിന്റെ അധികൃതരെ വിളിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസവും ചോദ്യം ചോർന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. SSLC പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലവിൽ തീരുമാനം. കാരണം പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് പോവുകയാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഇന്നലെ MSFന്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം കോഴിക്കോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനാണ് നിലവിൽ തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടും ഇവരുമായി സഹകരിച്ചു എന്ന് പറയുന്ന അധ്യാപകരുടെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. AEOന്റെ ഉൾപ്പെടെ 7 പേരുടെ മൊഴിയാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അടുത്ത ഘട്ടം എന്നോണമാണ് MS സൊല്യൂഷൻ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഉടൻ തന്നെ അവർക്ക് നോട്ടീസ് നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയരായി ഒരു പ്രതിഭാഗത്ത് നിൽക്കുന്ന ഒരു ആളുകളാണ് MS സൊല്യൂഷൻ എന്ന് പറയുന്നത്. MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട ചോദ്യങ്ങളും അവർ പറയുന്ന ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ SSLC പരീക്ഷയിൽ വന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകി മൊഴി രേഖപ്പെടുത്താനാണ് നിലവിലെ തീരുമാനം. അതുമാത്രമല്ല, കൂടുതൽ ട്യൂഷൻ സെന്ററുകൾക്കും നോട്ടീസ് നൽകാൻ അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനമുണ്ട്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കുന്നുണ്ട്. ഇന്നലെയും ക്രൈംബ്രാഞ്ചിന്റെ യോഗം കോഴിക്കോട് ചേർന്നിരുന്നു. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി.